ക്ലൈമറ്റിൽ ഫേസിൽ എന്തൊക്കെയാണ് കൂടുതൽ മസാജിങ്ങും അതുപോലെ തന്നെ കെയറും കൊടുക്കേണ്ടത്. ഈ ഒരു ടൈമിൽ ഫസ്റ്റ് മോർണിംഗ് നമ്മൾ ഫേസ് വാഷ് യൂസ് ചെയ്ത് ഫേസ് വാഷ് അത് നാച്ചുറൽ ആവട്ടെ, നോർമൽ നിങ്ങളുടെ ഫേസ് വാഷ് ആവട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം പഫിനെസ് ഉണ്ട് ഇല്ലെങ്കിൽ നമുക്ക് ഐസ് ക്യൂബ് ഡിപ്പിംഗ് ഉണ്ടല്ലോ, അതൊരു 2-3 മിനിറ്റിനകത്ത് വെച്ച് ഒത്തിരി ടൈം വേണ്ട, ജസ്റ്റ് ഡിപ്പ് ചെയ്യുക, എടുക്കുക, അങ്ങനത്തെ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നല്ലൊരു ഫേസിലൊരു റിലാക്സേഷൻ കിട്ടുന്ന ഒരു സാധനമാണ് അതെന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഒന്നൊരു വെയിറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് എന്താ ചെയ്യുക, നല്ലൊരു മോയ്സ്ചറൈസർ ഇട്ട് ഫേസ് നന്നായിട്ട് മസാജ് ചെയ്യാം. മസാജ് ചെയ്യുമ്പോൾ ഈ ഒരു പോർഷൻസ് ഒതുങ്ങാനാണെങ്കിൽ ചെയ്യാനുള്ള കാര്യം, മസാജിങ് ക്രീം കൈയിലും അതുപോലെ തന്നെ ഫേസിലും ഇട്ട് ജസ്റ്റ് ഈ ഒരു പോയിന്റിൽ കൊടുത്തതിന് ശേഷം ഇതുപോലെ ഈ ഒരു ഫസ്റ്റ് ഇങ്ങനെ ചെയ്യുക 10 ടൈംസ്. ഇതുപോലെ ഈ ഒരു 2 കൈയുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ഇതേ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. ഫസ്റ്റ് അവിടെ, ജസ്റ്റ് ഇവിടെ സെക്കൻഡ്, ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്തു കൊടുക്കുക. ഇത് അതുപോലെ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഫാൻ ഗിസിങ് നിങ്ങൾക്കറിയാം, സീലിംഗ് ഗിസിങ്, അത് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ജസ്റ്റ് കൈ ഇങ്ങനെ വെച്ച് നന്നായിട്ട് ടൈറ്റാക്കിയതിന് ശേഷം കൊടുക്കുമ്പോൾ നമ്മുടെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ നെക്കിൻ്റെ നന്നായിട്ട് വലിയും. അപ്പോൾ ആ ഒരു ഡിസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. നന്നായിട്ട് വലിയുന്നതനുസരിച്ച് കഴുത്തിൽ ആ ഒരു എന്താ പറയുക ഡബിൾ ചിന്നും മറ്റു കാര്യങ്ങളും കുറയുകയും ചെയ്യും. പിന്നെ വരുന്നത് നോർമൽ വരുന്ന കാര്യം, ഈ ഒരു ചെയ്തില്ലേ 2 ഫിംഗേഴ്സ് വെച്ച് ഇതുപോലെ ചെയ്ത് തന്നെ നിങ്ങൾക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഈ ഒരു ക്രോസ് ഇതുപോലെയും ചെയ്യാം, ഇതും ചെയ്യാം. എങ്ങനെ വേണോ നിങ്ങൾക്ക് ഏത് രീതിയിലാണ് കംഫർട്ട് ആവുന്നത് അതേ രീതിയിൽ. പിന്നെ പുഷ്പ വരുന്നത്, ഇതെല്ലാം ഡബിൾ ചിൻ കുറയാൻ നല്ലതാണ്. അതുപോലെ തന്നെ ഫോർഹെഡിനായാലും ഐബ്രോസ് ആയാലും നമ്മുടെ കണ്ണിനായാലും നോസിനായാലും ചീക്കിനായാലും എല്ലാം എക്സസൈസ് ഉണ്ട്. അത് എല്ലാം കൂടി ഒരുമിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് ശരിയാവത്തില്ല. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ മസാജിങ് ആയിട്ട് നോക്കുക. പിന്നെ ഫേസിൽ നിങ്ങളൊന്ന് ടാപ്പ് ചെയ്തങ്ങ് കംപ്ലീറ്റ് ചെയ്യുക. ഏതാണ് ഫേസിൽ കൂടുതൽ ഇഷ്യൂ വരുന്നത് അതനുസരിച്ച്. ഇത് എൻ്റെ എക്സസൈസ് ആണ് കേട്ടോ, ഞാൻ പറയുന്നതല്ല, എൻ്റെ എക്സസൈസ് ഞാൻ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടിയതിന് ശേഷം പറയുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് വീക്ക്ലി 1 or 2 എന്ത് ചെയ്യാം, ഒരു പാക്ക് സ്കിൻ ടൈപ്പ് നോക്കുക. ഡ്രൈ സ്കിന്നാണോ, ഓയിലി സ്കിന്നാണോ, കോമ്പിനേഷൻ സ്കിന്നാണോ, നോർമൽ സ്കിന്നാണോ, ഏത് സ്കിന്നാണോ നോക്കി ആ സ്കിൻ ടൈപ്പും പറ്റുന്ന രീതിയിലുള്ള എന്താ പറയുക പാക്കുകൾ നിങ്ങൾക്കിടാം. വീക്ക്ലി 1 സ്ക്രബ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. അതുപോലെ തന്നെ രാവിലെ എണീക്കുന്ന ടൈമിൽ പറ്റുന്നെങ്കിൽ ഒരു 1 ലിറ്ററൊന്നും ഞാൻ പറയത്തില്ല, ഒരു 1/2 ലിറ്ററോളം വെള്ളമെങ്കിലും കുടിക്കാൻ ശ്രമിക്കുക ബ്രേക്ക്ഫാസ്റ്റിന് മുമ്പായിട്ട്. രാവിലെ എണീറ്റുള്ള ഒരു ഗ്ലാസ് ചൂടുവെള്ളം, അതിനുശേഷം നിങ്ങൾ വെള്ളം കുടിക്കുക. ക്ലൈമറ്റ് അങ്ങനെ ആയതുകൊണ്ടാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് എന്താ പറയുക നമ്മുടെ ഉണ്ടല്ലോ തൈര് കേട് അല്ലെങ്കിൽ ബട്ടർ മിൽക്ക് നല്ലതാണ്. ബട്ടർ മിൽക്ക് എല്ലാവർക്കും കുടിക്കാൻ പറ്റും, ബട്ടർ മിൽക്ക് കുടിക്കാം. അതുപോലെ കോക്കനട്ട് വാട്ടർ, ഇത് ഇത്രയും എന്നും വേണ്ട കോക്കനട്ട് വാട്ടർ, ബട്ടർ മിൽക്ക് എന്നും യൂസ് ചെയ്യാം. കോക്കനട്ട്, ഇത്രയും കാര്യങ്ങളൊന്നും നോക്കിയേ സ്കിന്ന് നല്ലൊരു രീതിയിൽ ചേഞ്ച് കിട്ടും. ഫേസ് മസാജും അതുപോലെ തന്നെ ഫേസ് എക്സസൈസിലും കൂടെ നല്ല രീതിയിൽ ചേഞ്ച് നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. ട്രൈ ചെയ്ത് നോക്കുക. ഇനി വീഡിയോസ് വേണമെങ്കിൽ പറഞ്ഞാൽ ഞാൻ അതനുസരിച്ച് ഷെയർ ചെയ്തേക്കും. ഇപ്പോൾ ഇത് ചോദിച്ചതുകൊണ്ടാണ് ചിക്കൻ്റെ കാര്യം പറഞ്ഞ കേട്ടോ. ചിക്കൻ നമ്മുടെ ഫേസ് മാറുന്നതനുസരിച്ച് നമ്മുടെ ലുക്ക് മാറും. ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ട്രൈ ചെയ്ത് നോക്കി.